നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓലനാണ്. നമുക്ക് ഓണസദ്യയിലും എല്ലാ സദ്യകളിലും വിളമ്പാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഓലൻ എന്ന് പറയുന്നത്. ഒത്തിരി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഉണ്ടാക്കാൻ. വളരെ സിമ്പിളായിട്ട് 2-3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഓലൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് കുമ്പളങ്ങയും അതുപോലെ തന്നെ വൻപയറുമാണ്. വൻപയർ ഞാനൊരു 1/2 കപ്പ് നേരത്തെ കുതിർത്താണ് ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിക്കാനും വേവിച്ച് കിട്ടാനും ഗ്യാസ് ലാഭത്തിനൊക്കെ വേണ്ടിയാണ്. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 4 പച്ചമുളക് ഇതുപോലെ മുറിച്ചിട്ടിടുക. എരിവുള്ള മുളകാണെങ്കിൽ 2 എണ്ണം ഇടാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എരിവ് കൂടി പോയാൽ ഈ കറിയുടെ രുചി തന്നെ മാറിപ്പോകും. വേവാൻ ആവശ്യമായ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുക്കറിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആകുന്നുണ്ട്. ഇപ്പോൾ 4 വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പയറൊക്കെ ഇതാ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. നമ്മൾ കൈകൊണ്ട് ഞെക്കുമ്പോൾ നിന്ന് ഞെങ്ങി വന്നാൽ മതിയാകും. ഇനി അതിനകത്തേക്ക് നമുക്ക് കുമ്പളങ്ങ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാലിലാണ് വേവിച്ചെടുക്കേണ്ടത്. 1 കപ്പ് തേങ്ങ ചിരവി ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കണം. മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ഓരോ കപ്പ് വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പയ്യെ തിളയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ തേങ്ങാപ്പാലിൻ്റെ 2-ാം പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് സമയം വേവിച്ചെടുക്കണം. അതും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് സമയത്തിന് അടച്ചു വെച്ചാൽ മതിയാവും. ഒരുപാട് കുത്തി കുഴക്കരുത് കേട്ടോ. കുമ്പളങ്ങ ഇതിങ്ങനെ 2 സെപ്പറേറ്റ് ആയിട്ട് കിടക്കുമ്പോഴാണ് ആ ഓലൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം വേവിച്ചെടുത്താൽ മതിയാകും കേട്ടോ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി. ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. പയറും കുമ്പളങ്ങയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കണ്ടോ, കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട്. അത്രയും മതിയാകും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1-ാം പാലാണ്. ആ 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കറിവേപ്പിലയാണ് ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം ഇട്ടില്ലായിരുന്നു, ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1-ാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരുപാട് തിളയ്ക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ ഓഫാക്കിയേക്കണം. ഇതിപ്പം മൺചട്ടി ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, ഗ്യാസിൽ നിന്ന് നന്നായിട്ട് ചൂടാകും. ഇനി ഇതിനകത്തേക്ക് 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ. അപ്പം വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.